ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. IT മേഖലയിൽ വൻ തൊഴിൽ സാധ്യത. IT നിയമനത്തിൽ രണ്ടാം പാദത്തിൽ 10 മുതൽ 12% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നതായി IT വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ IT മേഖലയിലെ നിയമനങ്ങളിൽ ശക്തമായ വളർച്ച രേഖപ്പെടുത്തി. രണ്ടാം പാദത്തിൽ സോഫ്റ്റ്വെയർ നിയമനത്തിൽ 10 മുതൽ 12% വർധനവുണ്ടായേക്കും. സെപ്റ്റംബർ 30 അവസാനിക്കുന്ന ആദ്യപാദത്തിൽ IT മേഖലയിലെ നിയമന വളർച്ച 8 മുതൽ 10% വരെ ഉയരുമെന്നാണ് സൂചന. IT-യിൽ കൂടുതൽ നിക്ഷേപം വരുന്നതാണ് നിയമനങ്ങൾ വർദ്ധിക്കാൻ കാരണം. AI, മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യകൾ IT മേഖലയിലെ ജോലികൾ കൂട്ടുന്നതിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ബംഗളൂരുവിലാണ് ഈ വളർച്ച കൂടുതൽ പ്രതിഫലിച്ചത്. ജൂലൈയിലും 17% വാർഷിക വർധനയോടെ നിയമനം ഉയർന്നെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലെ മാറ്റങ്ങൾ വിവിധ വ്യവസായങ്ങളിൽ ഉടനീളമുള്ള IT സേവനങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ IT സ്ഥാപനങ്ങൾ ആഗോളതലത്തിൽ അവരുടെ സേവനങ്ങളും വിപുലീകരിച്ചു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ്, HCL ടെക്, വിപ്രോ എന്നിവയുൾപ്പെടെയുള്ള IT കമ്പനികൾ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 33 കരാറുകൾ ഒപ്പുവെച്ചതായാണ് റിപ്പോർട്ട്. ഈ പ്രൊജക്ടുകൾക്കായി കൂടുതൽ നിയമനങ്ങളും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആധാർ, പാൻ കാർഡ് വിവരങ്ങൾ ചോർത്തി നൽകുന്ന വെബ്സൈറ്റുകൾ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്യും. നടപടികൾ തുടങ്ങിയതായി IT മന്ത്രാലയം. ഓൺലൈനിൽ ആധാർ, പാൻ കാർഡ് ഉൾപ്പെടെ ആളുകളുടെ വ്യക്തിഗത തിരിച്ചറിയൽ വിവരങ്ങൾ ചോർത്തി നൽകുന്ന വെബ്സൈറ്റുകളാണ് ബ്ലോക്ക് ചെയ്യുക. ജനങ്ങളുടെ സൈബർ സുരക്ഷയും വ്യക്തിഗത ഡാറ്റയുടെ സംരക്ഷണവും സർക്കാർ ഗൗരവമായി കാണുന്നതായി IT മന്ത്രാലയം പ്രതികരിച്ചു. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉണ്ടായതിന് പിന്നാലെയാണ് നടപടി. ആളുകളുടെ തിരിച്ചറിയൽ വിവരങ്ങൾ പുറത്താക്കപ്പെടുന്നത് ഒരേ സമയം വ്യക്തിഗത സുരക്ഷയ്ക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ്. starkids.com, ഇന്ത്യൻ എയ്റോസ്പേസ് ആൻഡ് എഞ്ചിനീയറിംഗ്.com, ഏഷ്യൻ ബാരിയാട്രിക്.com തുടങ്ങിയ വെബ്സൈറ്റുകൾ ഡാറ്റ ചോർത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ ഗൂഗിൾ സെർച്ചിലൂടെ ഇത് ലഭിക്കുമെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇത്തരം വെബ്സൈറ്റ് ഉടമകൾക്ക് ICT ഇൻഫ്രാസ്ട്രക്ചറുകൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മാർഗനിർദ്ദേശം നൽകിയതായും IT മന്ത്രാലയം വ്യക്തമാക്കി. 2023 ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. IT ആക്ട് പ്രകാരം നിർദ്ദേശങ്ങൾ നൽകിയതായും വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചതായും IT മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ടാറ്റ ഇലക്ട്രോണിക്സ് പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷനുമായി ചേർന്ന് ഇന്ത്യയിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കും. ടാറ്റ ഇലക്ട്രോണിക്സുമായുള്ള പങ്കാളിത്തം PSMCയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സുപ്രധാന കാൽവയ്പാണ്. ആഗോള സെമി കണ്ടക്ടർ വ്യവസായത്തിൽ ഇന്ത്യ വളർന്നുവരുന്ന ശക്തിയാണെന്ന് PSMC CEO ഫ്രാങ്ക് ഹുവാങ് പറഞ്ഞു. ടാറ്റ ഇലക്ട്രോണിക്സിന്റെയും പവർ ചിപ്പ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കോർപ്പറേഷന്റെയും സഹകരണത്തിൽ ഗുജറാത്തിലെ ധോലേരയിലാണ് സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്രതിമാസം 50,000 വേഫറുകൾ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് ധോലേരയിൽ നിർമ്മിക്കുക. ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് വേഫറുകൾ. ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതോടെയാണ് രാജ്യത്ത് കൂടുതൽ സെമി കണ്ടക്ടർ വ്യവസായങ്ങൾ എത്തുന്നത്. ടാറ്റ ഇലക്ട്രോണിക്സുമായുള്ള പങ്കാളിത്തം PSMCയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സുപ്രധാന കാൽവയ്പാണ്. കമ്പനികളുടെ പങ്കാളിത്തം ഇന്ത്യയുടെ ടെക്നോളജി മേഖലയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയായ വിസ ടെക്നോളജി സ്ഥാപനമായ ഫീച്ചർ സ്പേസിനെ സ്വന്തമാക്കി. $935.6 ദശലക്ഷം കമ്പനി സ്വന്തമാക്കിയതെന്നാണ് സൂചന. വിസ ആപ്ലിക്കേഷന്റെ പേയ്മെന്റ് സിസ്റ്റം സുരക്ഷിതമാക്കാനും തട്ടിപ്പ് കൈകാര്യം ചെയ്യാനും ഫീച്ചർ സ്പേസിന്റെ AI സൊല്യൂഷനുകൾ സഹായിക്കുമെന്ന് വിസ വ്യക്തമാക്കി. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഫീച്ചർ സ്പേസിന് 400-ലധികം ടീം അംഗങ്ങളുണ്ട്. HSBC, നാറ്റ്വെസ്റ്റ്, വേൾഡ് പേ തുടങ്ങിയ പ്രമുഖ പേയ്മെന്റുകളും ബാങ്കിംഗ് കമ്പനികളും ഇതിന്റെ ഉപഭോക്താക്കളാണ്. ഫീച്ചർ സ്പേസിന്റെ മൂല്യം വിസ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും $935.6 ദശലക്ഷം വിൽപ്പന നടന്നതെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഹാക്കർമാർ AI ജനറേറ്റഡ് കോഡ് ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. HP സുരക്ഷാ ഗവേഷക റിപ്പോർട്ടിലാണ് ലാപ്ടോപ്പുകളിലെ AI ഉപയോഗിച്ച് മാൽവെയർ വൈറസ് പടർത്തുന്നതായി കണ്ടെത്തിയത്. സിസ്റ്റങ്ങളിൽ ഫിഷിംഗ് ആക്രമണങ്ങൾക്കായി AI കോഡുകൾ ഹാക്കർമാർ ഉപയോഗിക്കുന്നതായി കണ്ടെത്തി.
ഇന്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെ സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ജനറേറ്റീവ് AI മോഡലുകളുടെ ഏറ്റവും വലിയ സവിശേഷത മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് കോഡ് ലൈനുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ്. ഹാക്കർമാർ ഈ ടൂളുകൾ ദുരുപയോഗം ചെയ്ത് ഹാക്കിങ്ങിനായുള്ള കോഡുകൾ നിർമ്മിക്കുന്നതായാണ് റിപ്പോർട്ട്. ഹാക്കർമാർ AI ഉപയോഗിച്ച് ഫ്രഞ്ച് സംസാരിക്കുന്നവരെ ലക്ഷ്യമിട്ട് വൈറസ് കടത്തിവിട്ടതായും HP സുരക്ഷാ ഗവേഷകർ കണ്ടെത്തി. ജനറേറ്റീവ് AI ടൂളുകളുടെ സഹായത്തോടെ VB സ്ക്രിപ്റ്റ്, ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാമിംഗ് കോഡുകളും ഈ വൈറസുകളിൽ അടങ്ങിയിരിക്കുന്നതായാണ് കണ്ടെത്തൽ. ഇത്തരം ഹാക്കിങ്ങുകൾക്കായി പല ടൂളുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർനെറ്റിൽ കൂടുതലായി തിരയുന്ന കോഡുകൾ, ഭാഷ, ഡിജിറ്റൽ പരസ്യങ്ങൾ എന്നിവ അതിൽ ചിലതാണ്. കൂടാതെ SVG ഇമേജുകൾ വഴിയും ഹാക്കർമാർ മാൽവെയറുകൾ കടത്തിവിടുന്നുണ്ട്. SVG ഇമേജുകൾ ബ്രൗസറിൽ താനെ തുറക്കുന്നു. അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ വൈറസുകൾ സിസ്റ്റത്തിലേക്ക് കടക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.